الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് ഒരനുഗ്രഹമാണ്. ആ ദീനിൽ നമ്മൾ എത്തിപ്പെട്ടു എന്നത് ഒരു സൗഭാഗ്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇസ്ലാമിനെ സന്തോഷത്തോടുകൂടി അഭിമാനബോധത്തോടുകൂടി അന്തസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനും കഴിയുകയുള്ളൂ. നമ്മിൽ അധികം ആളുകളും ജന്മനാ മുസ്ലിങ്ങളായതുകൊണ്ട്, മാതാപിതാക്കൾ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് ഈ വഴിയിൽ എത്തിപ്പെട്ടവരാണ്. കുറച്ചാളുകൾ പഠിച്ചു മനസ്സിലാക്കി വന്നവരുമുണ്ടാകും. ജന്മനാ മുസ്ലിങ്ങളായി ഇസ്ലാമിൻ്റെ സാഹചര്യത്തിൽ വളർന്നു വന്ന നമ്മിൽ പലർക്കും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ ഒരു അഭിമാന ബോധവുമില്ല. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഇസ്ലാമിനെ സന്തോഷത്തോടുകൂടി കൊണ്ടു നടക്കുവാനും ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും കഴിയില്ല. ഈ കാലഘട്ടം വളരെ കൂടുതൽ ഇസ്ലാം വിമർശിക്കപ്പെടുന്ന കാലമാണ്. ഇസ്ലാം മൊത്തത്തിൽ അന്ധവിശ്വാസമാണ് എന്ന് പ്രചരിപ്പിക്കുന്നു, അശാസ്ത്രീയമാണ് എന്ന് പറയുന്നു, യുക്തിരഹിതമാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. പഴഞ്ചൻ നിയമങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ സമൂഹത്തിലേക്ക് അന്നത്തെ ആവശ്യത്തിന് മുഹമ്മദ് പഠിപ്പിച്ച ചില നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കുകയും പരിഹസിക്കുകയും കുറവാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മുമ്പിലുണ്ട്. അതിൽ യുക്തിവാദികളുണ്ട്, ദൈവനിഷേധികളുണ്ട്, ഇസ്ലാം വിട്ടുപോയിട്ടുള്ള എക്സ് മുസ്ലിങ്ങളുണ്ട്, ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, ഞങ്ങൾ ശാസ്ത്രീയമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവരാണ് എന്ന് പറയുന്നവരുണ്ട്. എല്ലാവരും ഒറ്റയ്ക്കും കൂട്ടമായും ഇസ്ലാമിനെയാണ് വിമർശിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ ആളുകളെന്ന നിലക്ക്, മുസ്ലിങ്ങളെന്ന നിലക്ക് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്നതൊന്നും ഇസ്ലാം അല്ല എന്നാണ്. ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല, ഇസ്ലാം അന്ധവിശ്വാസമല്ല, ഇസ്ലാം യുക്തിരഹിതമല്ല, പഴഞ്ചനുമല്ല. പിന്നെയോ ഇസ്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു നൽകിയ നിയമങ്ങളാണ്. അള്ളാഹു ഈ ലോകത്തുള്ള എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും നിയന്താവുമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ, ഇന്ന്, നാളെ എന്നൊന്നില്ല. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമൊക്കെ ആപേക്ഷികമായി നമുക്കാണ്. അള്ളാഹുവിന് എല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരേത് സാഹചര്യത്തിലായാലും ശരി
അവരനുഷ്ഠിക്കേണ്ട നിയമങ്ങളാണ്, അവർ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അതിൻ്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാലഹരണപ്പെടുന്നില്ല. എവിടെയെങ്കിലും നമുക്ക് ബുദ്ധിപരമല്ല എന്ന് ആരെങ്കിലും വിമർശിക്കുന്നത് കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ ഒന്നുകിൽ അത് നമ്മുടെ ബുദ്ധിയുടെ കുറവായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കിയതിൽ വന്ന പിഴവായിരിക്കും. ഖുർആനിനോ ഇസ്ലാമിനോ അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ശരിയാണ്, ഇസ്ലാം പഴയ നിയമമാണ്. എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന അടിസ്ഥാന സിദ്ധാന്തം ഇസ്ലാമിൻ്റേതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എല്ലാ നബിമാരും പറഞ്ഞതാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സൃഷ്ടാവും നിയന്താവുമായ ദൈവം, ഈശ്വരൻ, അല്ലാഹു, പടച്ച തമ്പുരാൻ ഏകനാകുന്നു എന്നത്. ദൈവത്തെ എങ്ങനെ സമീപിക്കണം എന്നതും എങ്ങനെ ആരാധിക്കണം എന്നതുമൊക്കെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പിന്നീട് വന്നിട്ടുണ്ടെങ്കിലും എല്ലാ നബിമാരും ഒരുപോലെ പറഞ്ഞ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും അത് തന്നെ ആയിരിക്കും സത്യം. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും പറയും ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഏകദൈവമായിരിക്കണം. ആരാധന ഇല്ലാത്ത ആളുകളും പറയും നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ ഏകദൈവത്തെ ആരാധിക്കണം. കാരണം അതാണല്ലോ ബുദ്ധിപരം, അതാണല്ലോ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് സമ്മതിക്കുന്ന കാര്യം. അപ്പോൾ നാം എത്തിപ്പെട്ടിട്ടുള്ളത്, നമ്മളെ കൂടുതൽ ആളുകളും എത്തിപ്പെട്ടവരാണ് ഈ വഴിയിൽ, അതൊരു നല്ല വഴിയിൽ തന്നെയാണ് എന്ന് നാം 100% സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളണം. നമുക്കതിൽ അന്തസ്സ് തോന്നണം, അഭിമാനമുണ്ടാകണം, നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. ആസ്വാദനമുണ്ടല്ലോ. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും അനുഷ്ഠിക്കുന്നതും ഇസ്ലാമിൻ്റെ ആരാധനകൾ നിർവഹിക്കുന്നതും ഒക്കെ ഒരു സന്തോഷത്തോടും താല്പര്യത്തോടും ആസ്വാദ്യതയോടും കൂടി ആയിത്തീരണം. അങ്ങനെയായാൽ നമുക്കിതൊരു ഭാരമാവില്ല, അല്ലെങ്കിൽ വലിയ ഭാരമായിരിക്കും. അള്ളാഹു പറയുന്നുണ്ട് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിനാകുന്നു അന്തസ്സ് അല്ലെങ്കിൽ പ്രതാപം. വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനുമാണ്. എന്താ അള്ളാഹുവിന് പ്രതാപമുണ്ടാവാൻ കാരണം? ഈ പ്രപഞ്ചമെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും അള്ളാഹു നിയന്ത്രിക്കുന്നതാണ്. ഈ ലോകത്തുള്ള എല്ലാറ്റിനും അള്ളാഹു ഭക്ഷണം നൽകുന്നവനാണ്. എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. അവന് തന്നെയല്ലേ പ്രതാപം, അവൻ്റേത് തന്നെയല്ലേ എല്ലാ അന്തസ്സും, അതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തത് വലിയ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനുമാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് അന്തസ്സുണ്ട്. എന്തുകൊണ്ടാണത്? അത് അസീസായ ഇസ്സത്തുള്ള അന്തസ്സുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതൊരു വലിയ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഇസ്സത്ത്. വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അത് ജീവിതത്തിൽ കാണിച്ചു തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, ഇതൊക്കെ കൊണ്ടു നടക്കുന്ന, പറയുന്ന, ചെയ്യുന്ന, അനുഷ്ഠിക്കുന്ന ആളുകൾ, അവർക്കാണ് ഇസ്സത്ത് എന്നാണ്. പക്ഷേ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, കപട വിശ്വാസികൾക്ക് ഇതറിയില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇസ്ലാമിനൊരു ഇസ്സത്തുണ്ട് എന്നും അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത് എന്നും വേണ്ട വിധം മനസ്സിലാക്കാത്ത ആളുകൾക്കും മനസ്സിൻ്റെ ഉള്ളിൽ കാപട്യമുള്ളവർക്കും മനസ്സിലാവില്ല. അവർക്കൊരു ഭാരമായിട്ടാണ് തോന്നുക. 5 വക്ത് നിസ്കരിക്കണം, വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം, റമദാനിന് നോമ്പെടുത്ത് പട്ടിണി കിടക്കണം, നമ്മളുണ്ടാക്കിയ പണം മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് സക്കാത്തായി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു മടി വരുന്നത് എന്തുകൊണ്ടാണ്? മടി വരുന്നത് അതാണ് ചെയ്യേണ്ടത്, അതിനാണ് അന്തസ്സ് എന്ന് സ്വയം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ ഏത് കാര്യവും, വിശ്വാസ കാര്യങ്ങളായാലും അനുഷ്ഠാന കാര്യങ്ങളായാലും ഇടപാടുകളുടെ നിയമമായാലും കുടുംബജീവിതത്തിൻ്റെ നിയമങ്ങളായാലും എല്ലാം അതിന് അതിൻ്റേതായ ഒരു മെച്ചമുണ്ട്.
അതിൻ്റേതായ ഒരു വൃത്തിയുണ്ട്, അതിൻ്റേതായ ഒരു മനോഹാരിത കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദ് അത്ര മനോഹരമല്ലല്ലോ ഷിർക്ക്. ഉറപ്പല്ലേ? ആളുകളെ മനസ്സിൽ ബോധിപ്പിക്കാനും കഴിയില്ല. ഏതൊരു മനുഷ്യനെയും ഒന്നും അറിയാത്ത ഒരാളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും ഈ പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചതാണ്, നമ്മളൊക്കെ സൃഷ്ടികളാണ്, നമ്മൾ ആ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് തൗഹീദ്. അതിന് വലിയ വിവരവും ശാസ്ത്രബോധവും ഒന്നും ആവശ്യമില്ല അത് മനസ്സിലാവാൻ. എന്നാൽ തൗഹീദ് അല്ലാത്ത കാര്യങ്ങൾ അത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഔലിയാക്കൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകം ആരാ നിയന്ത്രിച്ചത് എന്നൊരു മറുചോദ്യം കൊണ്ട് അത് കഴിഞ്ഞു. അങ്ങനെ ലോകത്തെ നിയന്ത്രിക്കുന്നതും മനുഷ്യനെ ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ മനുഷ്യരിൽ ചില പുണ്യവാളന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന് ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ അത്ര മനോഹാരിതയില്ല, അത്ര പ്രായോഗികവുമല്ല, പറഞ്ഞു കൊടുക്കാനും സാധ്യമല്ല. ഇനി അനുഷ്ഠാനം നോക്കൂ. ഒന്നാമത്തെ അനുഷ്ഠാനം നമ്മൾ ഇബാദത്തിൽ നമസ്കാരമാണല്ലോ. അസ്വലാത്ത് നല്ല വൃത്തിയുള്ള ഒരു ആരാധനയാണല്ലോ. നമസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ വുളുവെടുക്കുന്നു, അതുപോലെ കുളിക്കുന്നു. കുളി നിർബന്ധമായ ആളുകൾ കുളിക്കുന്നു. വെള്ളിയാഴ്ച സുന്നത്തായ നിലക്ക് ജുമാക്ക് വേണ്ടി നമ്മൾ കുളിക്കുന്നു. നമ്മൾ വുളുവെടുത്ത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, വൃത്തിയുള്ള സ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമസ്കരിക്കുന്ന സ്ഥലവും സർവോപരി നമ്മുടെ മനസ്സും അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് വൃത്തിയുള്ളതായിത്തീരുന്നു. ഇത് വളരെ മനോഹരമാണ്, വളരെ സുന്ദരമാണ് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആരാധന. അതിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ന് പ്രാർത്ഥനകൾ വേണം, ആരാധന വേണം എന്ന് പറയുന്ന എല്ലാ മതത്തിലും പെട്ട ആളുകൾ അവർ മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ആരാധന വേണമെന്ന് പറയുന്നു. ശാന്തമായി നിൽക്കണം, മനസ്സ് ശാന്തമാവാൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയം ശാന്തമാകുന്നു. അപ്പോൾ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഉള്ള ഒരു വഴിയാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്. അതുപോലെ തന്നെ അഖ്മി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്ന്. അപ്പം നമ്മൾ ഭൗതികമായ ഒരു പ്രേരണയുമില്ലാതെ നമ്മൾ നമസ്കരിക്കുന്നു. ആ നമസ്കാരം പോലും, അതിൻ്റെ സമയം പോലും, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമസ്കാരമാണ്, ജോലിയിലൊക്കെ പ്രവേശിച്ച് ഉച്ചയാകുമ്പോൾ വീണ്ടും നമസ്കാരമാണ്, കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും നമസ്കാരമാണ്, സന്ധ്യാനേരത്ത് നമസ്കാരമാണ്, ഒരു ദിവസത്തെ അവസാനത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവിടെയും നമസ്കാരമാണ്. അപ്പോൾ സുബഹും ളുഹറും അസറും മഗ്രിബും ഇശാവും ആരാധനയ്ക്ക് വേണ്ടി നിർണയിച്ചതിലും ഒരുപാട് തത്വങ്ങളും ഒരുപാട് നന്മകളും ഉണ്ടാകും. നമസ്കാരത്തിന് സത്യവിശ്വാസികളുടെ അടയാളമായി പറഞ്ഞെടുത്ത് ഖുർആനിൽ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം നടത്തുന്നവരാണ് എന്നുണ്ട്. രാത്രി നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം അല്ലേ? നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രം പഠിച്ച മുനിമാരും മഹർഷിമാരും ഒക്കെ പറയും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല സമയം ബ്രഹ്മമുഹൂർത്തമാണ്. ആ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ സുബഹിയുടെ മുമ്പുള്ള സമയമാണ്. അത് തന്നെയാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, ഭൂമിയുടെ ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണെന്നും പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമെന്നും ഹദീസിൽ വന്നിട്ടുള്ള ആ ഒരു സമയം. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും, നമ്മുടെ ശരീരം വൃത്തിയുള്ളതാകും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഉൾക്കൊള്ളാനും കൊണ്ടു നടക്കാനും പറ്റുന്ന മഹത്തായ ഒരു സന്ദേശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്തസ്സിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി, പരിഷ്കാരത്തിന് വേണ്ടി, ഫാഷന് വേണ്ടിയൊക്കെ നമ്മൾ പലതും ചെയ്യും. അങ്ങനെ ആവാം, പക്ഷേ അത് മതവിരുദ്ധമാവാൻ പാടില്ല. മാറിയ ലോകത്ത് പുതിയ പലതും വരും. നമ്മുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും വാഹനങ്ങളിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് സ്വീകരിക്കാം, പക്ഷേ ഇസ്ലാം നിരോധിച്ച കാര്യമായി കൂടാന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം നിരോധിച്ച കാര്യങ്ങൾ കൊണ്ട് അന്തസ്സുണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാകും? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സുപ്രസിദ്ധമായ ഒരു വചനമുണ്ട്, ഇന്ന ഉമ്മത്തുൻ
അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, നമ്മളൊരു സമുദായമാണ്, അല്ലാഹു തആല നമ്മെ ഇസ്ലാം കൊണ്ട് അന്തസ്സുള്ളവരാക്കി തീർത്തു. ശരിയാണല്ലോ. മദ്യപിച്ച് നടന്ന, വ്യഭിചരിച്ച് നടന്ന, കൊലപാതകം നടത്തിയിരുന്ന, പലിശ വ്യവസായം നടത്തിയിരുന്ന, അക്രമം നടത്തിയിരുന്ന ഒരു സമൂഹം, യാതൊരുവിധ സംസ്കാരവും ശീലിക്കാത്ത ആളുകൾ, ആ ആളുകളെയാണ് ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല ഉന്നതരാക്കിയത്. നമ്മളെ അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് അന്തസ്സുള്ളവരാക്കി. ഇനി നമുക്ക് അന്തസ്സുണ്ടാവാൻ വേറെ വഴി തേടിയാൽ അല്ലാഹു നമ്മെ നിന്ദ്യരാക്കും എന്നാണ്. അപ്പോൾ നമുക്ക് അന്തസ്സ് വേണമെങ്കിൽ ഇസ്ലാമിൽ നിൽക്കുകയും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക, അതിലുള്ളതെല്ലാം നന്മയാണ് എന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുക. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങൾ, ഹബശയിലേക്ക് ആദ്യത്തെ ഹിജ്റ, അവിടെ എത്തിയ സന്ദർഭത്തിൽ മക്കയിലെ ഖുറൈശികളായ ആളുകൾ അവിടെ ചെന്നു. അവിടെ നജാഷി രാജാവാണ് രാജ്യം ഭരിക്കുന്നത്, നേഗസ് ചക്രവർത്തി, ക്രിസ്ത്യാനിയാണ് അദ്ദേഹം ഒരു നീതിമാനായ ചക്രവർത്തിയാണ്. മുസ്ലിമീങ്ങളോട് അവിടെ ജീവിച്ചു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് മക്കയിൽ നിന്ന് മുശ്രിക്കുകളുടെ ഒരു സംഘം അവിടെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങളെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുകയും ഞങ്ങളുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത ഇവരെ താങ്കളുടെ ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കരുത്, അവരെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം. അപ്പോൾ രാജാവിന് അറിയാൻ ആഗ്രഹമായി. മുസ്ലിങ്ങളെ വിളിച്ചു, അവരോട് ചോദിച്ചത്, ഇവർ പറയുന്നത് നിങ്ങൾ അവരുടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയവരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വിശ്വാസം എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം മുസ്ലിം പക്ഷത്ത് നിന്ന് അവർ പറഞ്ഞു, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, ഞങ്ങൾ വിഗ്രഹാരാധന നടത്തുന്ന ആളുകളായിരുന്നു. ഞങ്ങളിലേക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ഞങ്ങൾ ശവം തിന്ന് നടക്കുന്ന ആളുകളായിരുന്നു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ശവം തിന്നരുത്, അത് പാടില്ലാത്തതാണ്, അത് അറുത്ത മാംസം ഭക്ഷിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിലെ പാവം മനുഷ്യരെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവരായിരുന്നു. മുഹമ്മദ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ചെയ്യരുത്, പാവങ്ങളെ ഉപദ്രവിക്കരുത്, അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വേറെയും ചില കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഇത് കേട്ടപാടെ നജാഷി രാജാവ് പറഞ്ഞു, യാതൊരു സംശയവുമില്ല, ഇവർ ഈ പറയുന്നതാണ് ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ളത്, യേശു പഠിപ്പിച്ചത് അതാണ് എന്ന് ക്രൈസ്തവനായ നേഗസ് രാജാവ് പറഞ്ഞു. എന്നിട്ടൊരു വാക്കും കൂടി പറഞ്ഞു, മുഹമ്മദിൻ്റെ ഈ മാർഗം സ്വീകരിക്കുന്നതിൽ, അതനുസരിച്ച് ജീവിക്കുന്നതിൽ, നിങ്ങൾ ഇവിടെ കഴിയുന്നതിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ല എന്ന്. അങ്ങനെ അവർ തിരിച്ചു പോകേണ്ടി വന്നു, ഈ മുശ്രിക്കുകളായ ആളുകൾ. നജാഷി രാജാവിൻ്റെ മനസ്സിൽ തറച്ചത് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മുഹമ്മദും പറയുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ഒരേ സ്രോതസ്സിൽ നിന്നാണ് എന്ന്. നജാഷി രാജാവ് പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി. അദ്ദേഹം മുസ്ലിമായി എന്നത് പ്രഖ്യാപിക്കുകയോ ആളുകൾ അറിയുകയോ മുസ്ലിങ്ങൾക്ക് ആ വിവരം കിട്ടുകയോ ചെയ്യാത്തത് കൊണ്ടാണ് നജാഷി രാജാവ് മരിച്ച വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു വഹിയായി അറിയിക്കുകയും മദീനയിൽ സഹാബത്തിനെ വിളിച്ചുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജാഷി രാജാവിന് വേണ്ടി മദീനയിൽ മയ്യിത്ത് നമസ്കാരം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഈ ആശയമുള്ളവരാണെന്ന് പറയാൻ കഴിയണം. നമ്മളിവിടെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉൾക്കൊള്ളുന്ന ആളുകൾ, യഥാർത്ഥത്തിലുള്ള സുന്നി വിശ്വാസമുള്ള ആളുകൾ നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം, നമ്മൾ അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്ന ദീനിനെ അങ്ങനെ അനുസരിച്ച് ജീവിച്ചു പോരുന്ന ആളുകളാകുന്നു എന്ന്. അപ്പോൾ അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി ഈ ദീനിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്.
അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇസ്ലാമിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുകയും അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ആ മാർഗത്തിൽ വരുന്ന പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ തടസ്സമായി വന്നേക്കാം. നാം വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല എന്ന് വന്നേക്കാം. നമുക്ക് ചില സുഖ സൗകര്യങ്ങൾ വെടിയേണ്ടി വന്നേക്കാം. സാമ്പത്തികമായും മറ്റും ഭൗതികമായി നഷ്ടങ്ങളും സംഭവിച്ചേക്കാം. എന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പരലോകത്ത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. അല്ലാഹു ആണ് നമ്മുടെ റബ്ബ് എന്ന് പറയുകയും പിന്നെ അതനുസരിച്ച് ചൊവ്വായി ജീവിക്കുകയും ചെയ്താൽ അവരിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയും എന്നിട്ട് അവരോട് പറയുകയും ചെയ്യുമെന്നാണ്. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. നിങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം ലഭിക്കുമെന്ന് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ. അവിടെ നിങ്ങൾക്ക് വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ കിട്ടും. വലക്കും ഫിഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ സ്വർഗത്തിൽ സന്തോഷകരമായ ഒരു ജീവിതമുണ്ടാവാൻ അള്ളാഹു ആണ് റബ്ബ് എന്നത് ഉറച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ പരലോക ജീവിതം സന്തോഷകരമാക്കി തീർക്കണമേ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങളും കഷ്ടപ്പാടുകളുമുള്ള ആളുകളുടെ രോഗങ്ങളും എല്ലാതരം പ്രയാസങ്ങളും നീക്കിത്തരണമേ. ഈ സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പീഡനങ്ങൾ തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ. റഹ്മാനായ അല്ലാഹുവേ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അവരെ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.